ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലേ, കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അതെ അമ്മയും മോനും ഉള്ളൂ. അതെ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്ന ഒരാളാവണം, അത്രേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ പാലാരിവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് അഭിജിത്തിനെ കാണാനാണ്. അഭിജിത്തിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. നമുക്ക് അവരെ പരിചയപ്പെടാം. അഭിജിത്തിന് ഒരു കണ്ണിന് ചെറിയൊരു ഇറങ്ങിയ പോലെയാണ്. കാഴ്ചക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ജന്മന ഒരു കണ്ണിന് ബുദ്ധിമുട്ടുള്ളതാണ്. നമുക്ക് കാര്യങ്ങൾ നേരിട്ട് തന്നെ ചോദിക്കാം അല്ലേ. എന്നാവാ, ഇവിടെ റോഡ് സൈഡിൽ തന്നെയാണ് ഇവരുടെ വീട് വരുന്നത് കേട്ടോ. ബേക്കിലാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ, ചെറിയ ചെറിയ വീടുകളാണ് ഉണ്ടാവുക. കാരണം സ്ക്വയർ ഫീറ്റ് റേറ്റിനൊക്കെയാണല്ലോ ഇവിടെ എറണാകുളം സിറ്റിയിലൊക്കെ. അഭിജിത്താ, അപ്പോൾ ഇതാണ് അഭിജിത്ത് കേട്ടോ. അഭിജിത്തിൻ്റെ ഇടത്ത് കണ്ണിനല്ലേ കാഴ്ചക്ക് കുറവില്ല. കാഴ്ച കുറവില്ല. ആ, ഇങ്ങനെ കുറച്ചൊരു അടഞ്ഞ അപ്പൊ അഭിജിത്തെ ഇതാണല്ലേ പണിതോണ്ടിരിക്കുന്ന. ആഹാ, അമ്മ ഇവിടെ ഉണ്ട്. അമ്മേന്റെ പേരെന്താ? പ്രേമലത അല്ലേ. ആ, അപ്പൊ ഇതാ കുഴപ്പമില്ലല്ലോ, നല്ല സെറ്റപ്പിലാണല്ലോ അല്ലേ. അപ്പോൾ ഇത് പണി കഴിഞ്ഞില്ല അല്ലേ? പിന്നെ ഇനിയും കുറേ വർക്ക് ഉണ്ടല്ലോ. ഇത് കുറേ ആയോ ഇങ്ങനെ? ആ, അതെ 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 അതെ. വാടകയ്ക്കല്ല, പണയത്തിനാണല്ലേ താഴെയുള്ളത് കൊടുത്തേ. അപ്പോൾ വാടക ഉണ്ടാവില്ല, പണയം എന്ന് പറഞ്ഞാൽ വാടക ഉണ്ടാവില്ല. ആ പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു ഒഴിവാവുക എന്നുള്ള രീതിയിൽ അല്ലേ. അങ്ങനെയാണ്. ആ, അഭിജിത്ത് എന്താ ജോലി ചെയ്യുന്നത്? ഞാനിവിടെ ജിയോജിത്തിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സ്റ്റാഫായിട്ട്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സ്റ്റാഫ്. ആ, നിങ്ങൾ ഒറ്റ മോനാണോ? അതെ അതെ. ആ, അച്ഛൻ മരിച്ചുപോയി. ആ ആ ആ, അതെ. മരിച്ചുപോയി. ആ, ഇതിന് എത്ര വയസ്സായി ഇപ്പോൾ? 33. 33. എത്ര വരെയാ പഠിച്ചേ? അതിൻ്റെ 10th ആണ് ക്വാളിഫിക്കേഷൻ. ആ, അത് ശരി. അപ്പോൾ 10ാം ക്ലാസ്സാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ നോക്കാം? ഒരു 30 വരെയൊക്കെ നോക്കൂടെ? ദൂരം പ്രശ്നമുണ്ടോ? ഇല്ല, ദൂരം ഇല്ല. ദൂരമൊന്നും കുഴപ്പമില്ല. അതെ, എവിടെയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ മനസ്സിലാക്കി വരുന്ന ഒരാളായാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ പെട്ടെന്ന് തീർക്ക് കേട്ടോ. അതെ 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 അതെ. കല്യാണം നമുക്ക് ഇവിടെ നിന്ന് ആക്കണം. അഭിജിത്തിന്റെ ഹൈറ്റ് എത്രയാ? എൻ്റെ 5.6. ആ ആ ആ ആ. നമുക്ക് വേറെ എന്താ ഡിമാൻഡ് കാര്യങ്ങൾ എന്താ ഉണ്ടോ? ഇല്ല, ഡിമാൻഡ് ഒന്നുമില്ല. അതെ, ചെറിയ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യമുള്ള നമുക്ക് പറ്റുമോ? ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലേ, കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അതെ അമ്മയും മോനും ഉള്ളൂ. അതെ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്ന ഒരാളാവണം, അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും അഭിജിത്തിന് പറയാനുണ്ടോ? സാമ്പത്തികം ഒന്നും നമുക്ക് പ്രശ്നമല്ല, നല്ലൊരു പെൺകുട്ടി ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഞാനും ജോലിക്ക് പോകും, ഇവനും ജോലി. നമുക്ക് എന്താ ജോലി? ഞാനിവിടെ ഒരു എയറോൺ എന്ന് പറഞ്ഞ കമ്പനിയില്ല, ക്ലീനിങ് ആണ്, ഓഫീസ് ക്ലീനിങ് ആണ്. 2 സ്ഥലത്ത് ക്ലീനിങ്ങിന് പോകുന്നുണ്ട്. പിന്നെ സൊസൈറ്റിയൊക്കെ ബോർഡ് മെമ്പറാണ്, പൊതുപ്രവർത്തനം ഒക്കെ ഉണ്ട്. ഈ കണ്ണിന് കാഴ്ചക്ക് കുഴപ്പമൊന്നും ഇല്ലാന്നല്ലേ പറഞ്ഞല്ലേ? ആ, അപ്പോൾ അതിങ്ങനെ അടഞ്ഞു നിൽക്കുന്ന എന്തുകൊണ്ടാ? ഡോക്ടർ എന്താ പറഞ്ഞേ? അത് ചെയ്യണമെന്ന് അങ്കമാലി ലിറ്റിൽ ഫ്ലവറിൽ കാണിച്ചായിരുന്നു. അപ്പോഴേക്കും പറഞ്ഞ് ഈ കണ്ണ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഈ കണ്ണും കൂടി ചിലപ്പോൾ പോകണ്ടായി പോകുമെന്ന് പറഞ്ഞായിരുന്നു പണ്ട്. അതുകൊണ്ടാണ് പിന്നെ ചെയ്യാത്ത. പിന്നെ ട്രീറ്റ്മെന്റ് ഇതായിരുന്നു, ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്തു. 41 ദിവസം പക്ഷേ അത് അത്ര ഇതായില്ല. പിന്നെ എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല, അവനെ കാണാനൊക്കെ സാധിക്കുമല്ലോ, പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ നായർ കുടുംബമാണ്, അതിൽ ഹിന്ദു ആയാൽ മതി, ജാതിയൊന്നുമില്ല. അതെ, പിന്നെ ആ ഭർത്താവ് മരിച്ചതോ അല്ലെങ്കിൽ പെട്ടെന്ന് ഡിവോഴ്സ് ആയതോ ആയ ആലോചന ഒക്കെ നമുക്ക് നോക്കിക്കൂടെ അല്ലേ? കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അതെ, നമുക്കിപ്പോൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആമ്പിള്ളേർക്ക് പെൺകുട്ടികളെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ട്. അതാണ് ചേട്ടനെ പോലുള്ളവരെ ഞങ്ങൾ വിളിച്ച് ഇങ്ങനെ ചെയ്യുന്നത്. തീർച്ചയായും. അപ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, ഇവരുടെ വീട് ചുറ്റുപാട് ഇവരുടെ സാഹചര്യങ്ങൾ എല്ലാം വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന വരട്ടെ എന്നുള്ളതാണ്. പിന്നെ എറണാകുളത്ത് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ നൈസാണ് കേട്ടോ. അവിടെ നല്ല അടിപൊളിയിൽ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ താഴത്തത് ഇപ്പോൾ പണയത്തിനാണെങ്കിലോ അത് ഭാവിയിലൊരു വാടകയൊക്കെ കൊടുക്കുന്ന രൂപത്തിലാവട്ടെ അല്ലേ. പണയ പൈസ എല്ലാം തിരിച്ചു വാങ്ങി കൊടുത്തിട്ടില്ലേ, 2 ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. അച്ഛൻ മരിച്ചിട്ട് കുറേ ആയില്ലേ? പഠിക്കുമ്പോഴാണ് മരിച്ചത്. അത് ശരി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് അഭിജിത്തിൻ്റെ കല്യാണം നടക്കട്ടെ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. മാക്സിമം ഷെയർ ചെയ്യട്ടോ. ഓക്കെ.